ഹായ്, ഹലോ, നമസ്കാരം. ദിസ് ഈസ് മിക്കി മാക്. വെൽക്കം ടു SSC കേരള ഹെൽപ്പേഴ്സ്. IBSAൻ്റെ ടയർ 2 എക്സാം ഈ 22-ാം തീയതി നടക്കാൻ പോവാണ്. അതായത് ഈ ഞായറാഴ്ചയാണ് നമ്മുടെ എക്സാം നടക്കാൻ പോകുന്നത്. IBയുമായിട്ട് ബന്ധപ്പെട്ട് IBSAയുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു റിവ്യൂ നമുക്ക് ആ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ ആൾക്കാർ ട്രാൻസ്ലേഷൻ്റെ ഒരു വീഡിയോ റിക്വസ്റ്റ് ചെയ്തിരുന്നു. ഇംഗ്ലീഷ് ടു മലയാളം, മലയാളം ടു ഇംഗ്ലീഷ് ഫുൾ പാസേജ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിക്കുമോ എന്നുള്ള റിക്വസ്റ്റാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ടു മലയാളം ഫുൾ പാസേജ് അല്ലെങ്കിലും നമുക്ക് നമ്മുടെ പരിമിതമായിട്ടുള്ള സമയത്തിൽ ചെയ്യാൻ പറ്റുന്ന എങ്ങനെ ചെയ്യണം എന്നുള്ള ടിപ്സൊക്കെ ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ടു മലയാളം എന്ന് പറയുന്ന ഒരു ട്രാൻസ്ലേഷൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ IBയുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് ഒരുപാട് സംശയമുണ്ട്. അതായത് ട്രാൻസ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു സംശയം എന്ന് പറയുന്നത് നമുക്കറിയാം ഇംഗ്ലീഷിൻ്റെ പാർട്ടും പിന്നെ ഒരു മലയാളം ടു ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ടു മലയാളം, മലയാളം ടു ഇംഗ്ലീഷ് ആണ് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം, മലയാളം ടു ഇംഗ്ലീഷ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഈസിയാണ്. കുറച്ച് സമയം എടുക്കുകയുള്ളൂ. പക്ഷേ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് കൂടുതൽ സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ ഓർഡർ ഫോളോ ചെയ്യണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ മുമ്പ് നടന്നിട്ടുള്ള എക്സാമിലൊന്നും അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. നമുക്ക് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നമുക്കറിയാം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വാല്യുവേറ്റ് ചെയ്യുന്നത് മാനുവലി ആണ്, കമ്പ്യൂട്ടർ അല്ല. അപ്പോൾ മാനുവലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ കണ്ടിന്യൂസ് ആയിട്ട് പേപ്പർ വാല്യുവേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പേപ്പർ എടുക്കുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആ ഓർഡറിലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഓർഡറിൽ അവർ ചെയ്തു വരുമ്പോൾ ആ ഓർഡർ ആയിരിക്കും പെട്ടെന്നൊരു ഓർഡർ ചേഞ്ച് ഉണ്ടാകുമ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവം ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ശരിക്കുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? നമ്മൾ ഓർഡർ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് എങ്ങനെ ചെയ്യാം? നമുക്ക് ആദ്യം വേണമെങ്കിൽ നമ്പർ ഇട്ടിട്ട് ഇംഗ്ലീഷ് ടു മലയാളത്തിനുള്ളൊരു സ്പേസ് നമ്മളവിടെ ലീവ് ചെയ്തതിന് ശേഷം നമുക്ക് മലയാളം ടു ഇംഗ്ലീഷ് വേഗം എഴുതി തീർത്തതിന് ശേഷം തിരിച്ച് ഇംഗ്ലീഷ് ടു മലയാളം വരാം. ഇംഗ്ലീഷ് ടു മലയാളം എഴുതുമ്പോൾ മലയാളത്തിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ സ്ഥലം ആവശ്യം വരും. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സ്ഥലം പ്ലേസ് കണക്കാക്കിയിട്ട് അങ്ങനെ ചെയ്തു പോവാം. അല്ലെങ്കിൽ ജസ്റ്റ് ഇംഗ്ലീഷ് ടു മലയാളം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം എത്ര സ്ഥലം വേണം എന്നുള്ളൊരു ഐഡിയ കിട്ടും. അപ്പം അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ്സിൽ നമുക്ക് എത്രത്തോളം എഴുതാൻ പറ്റുമോ അത്രത്തോളം എഴുതാം ഇംഗ്ലീഷ് ടു മലയാളം. ആ 30 മിനിറ്റ്സ് കഴിയുമ്പോൾ ഡയറക്റ്റ് എന്ത് ചെയ്യാം? നമ്മുടെ മലയാളം ടു ഇംഗ്ലീഷിലേക്ക് അടുത്തതിലേക്ക് കടന്നു പോവാം. അങ്ങനെയും ചെയ്യാം. അപ്പോൾ അതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്കിൻ്റെ കാര്യം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്തായാലും കൗണ്ട് ചെയ്യും. അപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളത് പോലെയല്ല. നമുക്കിപ്പോൾ നമ്മളൊരു കൃത്യമായിട്ടുള്ളൊരു വേർഡ് തെറ്റിച്ചാൽ പോലും ഒരു വേർഡിൻ്റെ ഒരു മീനിങ് കൃത്യമായിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള വേർഡിൻ്റെ മീനിങ് കിട്ടിയില്ലെങ്കിൽ പോലും എന്താണ് സ്പെല്ലിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? സ്പെല്ലിങ് കറക്റ്റായിട്ട് തന്നെ എഴുതാനായിട്ട് ശ്രമിക്കാം. ഓക്കെ. പിന്നെ ഒരുപാട് സംശയങ്ങളുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ ഓൾറെഡി IBSAൻ്റെ ഗ്രൂപ്പ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 1250 മുകളിൽ ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. IBSA എന്നല്ല, ഈ കോമ്പറ്റേറ്റീവ് എക്സാംസ് SSC, റെയിൽവേ, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ നമ്മൾ ഈ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു എസ്സേ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഇതിൽ നിങ്ങൾക്ക് ടിപ്സ് ആണ് പറഞ്ഞു തരുന്നുണ്ടായിരിക്കുക എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു ചെറിയൊരു പാസേജ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു 250 വേർഡ്സിൻ്റെ ഒക്കെ ഒരു പാസേജ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാസേജ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നേരെ നമ്മൾ ട്രാൻസ്ലേഷൻ തുടങ്ങുകയല്ല. അതായത് നമ്മൾ കാണുമ്പോൾ എഡ്യൂക്കേഷൻ, അപ്പോൾ വിദ്യാഭ്യാസം, പ്ലേസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ്, ആ പ്ലേസ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവില്ല ജസ്റ്റ് വേർഡ് ടു വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സെൻറ്റൻസ് വായിക്കാം. എഡ്യൂക്കേഷൻ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഷേപ്പിംഗ് അവർ ലൈഫ് എന്ന് പറയുന്ന രീതിയിൽ ഒരു സെൻറ്റൻസ് വായിക്കാം. എന്നിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് തുടങ്ങാം. അല്ലെങ്കിൽ കുറച്ചും കൂടി ആപ്റ്റ് ആയിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ പാസേജ് മുഴുവൻ വായിച്ച് നോക്കാനുള്ളൊരു സമയമുണ്ടെങ്കിൽ, അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ പാരഗ്രാഫ് എങ്കിലും മുഴുവനായിട്ട് വായിച്ച് നോക്കണം.
എങ്കിലേ നമ്മുടെ ഓരോ സെന്റൻസും എന്താണോ ഉദ്ദേശിക്കുന്നത്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഒരു സെന്റൻസ് അവർ പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു സെന്റൻസ് വായിച്ച് അത് ട്രാൻസ്ലേറ്റ് ചെയ്താലും കുഴപ്പമില്ല. കുറച്ചും കൂടി നല്ലത് ഒരു പാരഗ്രാഫ് മൊത്തം വായിച്ച് ആ പാരഗ്രാഫിന്റെ ഉള്ളടക്കം മനസ്സിലാക്കിയിട്ട് അതിന് ട്രാൻസ്ലേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു എഡ്യൂക്കേഷൻ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഷേപ്പിംഗ് അവർ ലൈഫ്. ഇറ്റ് ഹെൽപ്സ് അസ് ഡെവലപ്പ് നോളജ്, സ്കിൽ ആൻഡ് ഗുഡ് വാല്യൂസ്. A well-educated person can think clearly and make better decisions. Education also teaches us discipline, patience, and respect for others. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പാരഗ്രാഫ് വായിക്കുമ്പോൾ മനസ്സിലാവാൻ പറ്റുന്ന കാര്യം എന്താണ്? എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ് പറയുന്നത്. എഡ്യൂക്കേഷൻ നമ്മുടെ ജീവിതത്തിലെ ഇമ്പോർട്ടൻസ്, എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ സെൻറ്റൻസ്. അപ്പോൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വശമാണ് അവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു മീനിങ്ങിലായിരിക്കണം നമ്മൾ ഇനി ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ നമുക്ക് വേണമെങ്കിൽ സമയമുണ്ടെങ്കിൽ ആദ്യം മൊത്തം വായിക്കാം. അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് കഴിഞ്ഞാൽ അടുത്ത പാരഗ്രാഫിലേക്ക് കടന്നിട്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തുടങ്ങിയാലും മതി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെന്റൻസ് നമുക്ക് സെന്റൻസ് ബൈ സെന്റൻസ് ആയിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ട്രാൻസ്ലേഷൻ തുടങ്ങാം. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം എന്താണ്? ഫസ്റ്റ് സെന്റൻസ് പറഞ്ഞിട്ടുള്ളത് എഡ്യൂക്കേഷൻ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഷേപ്പിംഗ് അവർ ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മുടെ ലൈഫ് ഷേപ്പ് ചെയ്യുന്നതിൽ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ വഹിക്കുന്നുണ്ട്. അത് ഇംഗ്ലീഷിൽ പറയണം അല്ലേ? അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ മലയാളം എന്ന് പറയുന്നത്? ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതായത് വിദ്യാഭ്യാസം നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിൽ ഒരു വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. ചാറ്റ് ജിപിടിയിൽ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ട്രാൻസ്ലേഷനാണ്. അതായത് വിദ്യാഭ്യാസം നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു എന്ന് പറയാം. അപ്പോൾ ഇവിടെ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പങ്ക് വഹിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? പങ്ക് വഹിക്കുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം? പങ്ക് വഹിക്കും എന്ന് പറഞ്ഞിട്ടില്ല, പങ്ക് വഹിച്ചു എന്ന് പറഞ്ഞിട്ടില്ല, പങ്ക് വഹിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടില്ല. പങ്ക് വഹിക്കുന്നു എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെ പ്ലേസ് എന്നാണ് വന്നിട്ടുള്ളത്. ആ പ്ലേസ് എന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സെന്റൻസ് ഏത് ടെൻസിലാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ എന്ന് പറയുമ്പോൾ അതൊരു ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നത്. അപ്പോൾ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ സാധാരണ എന്താണ്? സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അതുകൊണ്ട് ഇവിടെ പ്ലേസ് വന്നു. പ്ലേ പ്ലസ് ഡിഡ് ആണ് പ്ലേസ്. അതുകൊണ്ടാണ് വഹിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു അവസാനത്തിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസം നമ്മുടെ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഷേപ്പിംഗ് അവർ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഈ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് തന്നെ തുടങ്ങണമെന്നൊന്നുമില്ല. നമുക്ക് എന്ത് പറയാം? നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിൽ വിദ്യാഭ്യാസം ഒരു വലിയ പങ്ക് വഹിക്കുന്നു എന്നും പറയാം. അല്ലേ? നമുക്കെന്താണ് ഇവിടെ നമുക്ക് ഈ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നതിന്റെ പെട്ടെന്ന് നമുക്ക് ഒരു മീനിങ് കിട്ടിയില്ല എന്ന് വിചാരിക്കുക. ഇമ്പോർട്ടന്റ് അല്ല വേറെ വല്ല വേർഡ് ആണെങ്കിലും സപ്പോസ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. ഈ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതിന് പകരം നമ്മളെന്താണ് വലിയ പങ്ക് വഹിക്കുന്നു എന്ന് പറഞ്ഞാലും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു എന്നതിന് പകരം വലിയ പങ്ക് വഹിക്കുന്നു എന്ന് പറഞ്ഞാലും അവിടെ മിസ്റ്റേക്ക് ആണെന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായി? പ്രധാനപ്പെട്ടതിന്റെ മറ്റൊരു സിനോണിം ആയിട്ടുള്ള ഒരു വേർഡ് തന്നെയാണ് എന്ത്? വലിയ എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ അതുകൊണ്ട് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഈ ഒരു പെർട്ടിക്കുലർ വേർഡ് കിട്ടിയില്ല, കൃത്യമായിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു വേർഡ് കിട്ടിയിട്ടില്ലെങ്കിലും നമ്മൾ എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ആ ഒരു മീനിങ് ഫുള്ളാക്കാൻ പറ്റുന്ന ഒരു വേർഡ് യൂസ് ചെയ്താലും ആ വേർഡ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ മാർക്ക് കുറയ്ക്കൊന്നുമില്ല. അപ്പൊ നമുക്ക് എങ്ങനെയും പറയാം നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിൽ വിദ്യാഭ്യാസം ഒരു വലിയ പങ്ക് വഹിക്കുന്നു എന്ന് പറഞ്ഞാലും തെറ്റില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഇവിടെ? നമ്മുടെ ടെൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത സെന്റൻസിലേക്ക് വരികയാണെങ്കിൽ ഇറ്റ് ഹെൽപ്സ് അസ് ഡെവലപ്പ് നോളജ്, സ്കിൽ ആൻഡ് ഗുഡ് വാല്യൂസ്. അപ്പോൾ ഇവിടെയും ഹെൽപ്സ് ആ വന്നിട്ടുള്ളത്. എന്താണത്? അതും സിമ്പിൾ പ്രസന്റ് ആണ്. എന്താ പറയുന്നത്? നമ്മുടെ നോളഡ്ജ് ഡെവലപ്പ് ചെയ്യാനും സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും നല്ല വാല്യൂസ് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ അത് നമ്മളെ സഹായിക്കുന്ന ഏത്? വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഇത് നമ്മിൽ അറിവും കഴിവുകളും നല്ല മൂല്യങ്ങളും വളർത്താൻ സഹായിക്കുന്നു എന്ന് പറയാം അല്ലേ? അപ്പോൾ ഈ ഡെവലപ്പ് എന്ന് പറയുന്നതിൽ എന്താണ്? ഇവിടെ വളർത്താൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡെവലപ്പ് എന്ന് പറയുന്നത് വളർത്താൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ വർദ്ധിപ്പിക്കുക എന്ന് പറയുന്ന മീനിങ്ങിലും നമുക്കത് പറയാനായിട്ട് സാധിക്കും അല്ലേ? അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഇത് നമ്മിൽ അറിവും കഴിവുകളും നല്ല മൂല്യങ്ങളും വളർത്താൻ സഹായിക്കുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ ഇത് എന്ന് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണം നമുക്ക് നിർബന്ധമൊന്നുമില്ല. നമ്മിൽ അറിവും കഴിവുകളും നല്ല മൂല്യങ്ങളും വളർത്താൻ ഇത് നമ്മെ സഹായിക്കുന്നു എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. ഓക്കെ,
അപ്പോൾ ആ ഞാൻ പറയുന്നതിൻ്റെ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. സെൻറ്റൻസ് മീനിങ്ഫുൾ ആയിരിക്കണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അടുത്ത സെൻറ്റൻസിലേക്ക് വരികയാണെങ്കിൽ എ വെൽ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ക്യാൻ തിങ്ക് ക്ലിയർലി ആൻഡ് മേക്ക് ബെറ്റർ ഡിസിഷൻസ് എന്ന് പറഞ്ഞേക്കാണ്. അതായത് ഒരു നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളെന്നാണ് ആൾക്ക് ക്ലിയർ ആയിട്ട് തിങ്ക് ചെയ്യാനും ബെറ്റർ ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കും എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ ഇവിടെ കൊടുത്തിട്ടുള്ളത് നല്ല വിദ്യാഭ്യാസം നേടിയ ഒരാൾക്ക് വ്യക്തമായി ചിന്തിക്കാനും മികച്ച തീരുമാനങ്ങൾ എടുക്കാനും കഴിയും. ഇവിടെ പറ എ വെൽ എഡ്യൂക്കേറ്റഡ് പേഴ്സണെ പറഞ്ഞിട്ടുള്ള എന്താണ് നല്ല വിദ്യാഭ്യാസം നേടിയ ഒരാൾ എന്നാ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നല്ല വിദ്യാഭ്യാസം നേടിയ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിങ്ക് ക്ലിയർലി വ്യക്തമായി ചിന്തിക്കാനും പിന്നെ ഒരു കാര്യം കൂടിയും പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചിന്തിക്കാനും എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്താണ് മികച്ച തീരുമാനങ്ങൾ എടുക്കാനും കഴിയും. മികച്ച തീരുമാനങ്ങൾ എന്ന് പറഞ്ഞത് മേക്ക് ബെറ്റർ ഡിസിഷൻ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് തോന്നാം ബെസ്റ്റ് ആണല്ലോ മികച്ചത് എന്ന് പറയാം അല്ലേ. ബെസ്റ്റ് എന്ന് പറയണതാണ് മികച്ചത്. സൂപ്പർലേറ്റീവ് ആയിട്ട് വരുന്നത്. ബെറ്റർ എന്ന് പറയുമ്പോൾ എന്താണ് കമ്പാരിറ്റീവ് ഡിഗ്രിയാ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മികച്ച തീരുമാനം എടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞാലും കറക്റ്റാണ്. നമുക്ക് ഈ മികച്ചത് എന്നുള്ളത് മാറ്റിയിട്ട് മെച്ചപ്പെട്ടത് എന്ന് പറഞ്ഞാലും മിസ്റ്റേക്ക് ഇല്ല. മെച്ചപ്പെട്ടത് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട്. അതായത് നല്ല വിദ്യാഭ്യാസം നേടിയ ഒരാൾക്ക് വ്യക്തമായി ചിന്തിക്കാനും മെച്ചപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് അത് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയെന്നുള്ളത്. എന്ന് വെച്ച് മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ എന്തില്ല അവിടെ മിസ്റ്റേക്ക് ഇല്ല. ഇവിടെ ഈ കഴിയും എന്ന് പറയാൻ കാരണം എന്താണ് അവിടെ ക്യാൻ എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ. എബിലിറ്റിനെ സൂചിപ്പിക്കുന്നതാണ് ക്യാൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ കഴിയും എന്നതിലേക്ക് ഇത് വന്നിട്ടുള്ളത്. ഓക്കെ. അടുത്ത് പറയാണ് എഡ്യൂക്കേഷൻ ഓൾസോ ടീച്ചസ് അസ് ഡിസിപ്ലിൻ പേഷ്യൻസ് ആൻഡ് റെസ്പെക്ട് ഫോർ അതേഴ്സ്. അപ്പോൾ ആ പാരഗ്രാഫിൽ ലാസ്റ്റ് സെന്റൻസ് ആണ് എഡ്യൂക്കേഷൻ ഓൾസോ ടീച്ചേഴ്സ് അസ് ഡിസിപ്ലിൻ പേഷ്യൻസ് ആൻഡ് റെസ്പെക്ട് ഫോർ അതേഴ്സ്. അപ്പോൾ എഡ്യൂക്കേഷൻ നമ്മൾ എന്തൊക്കെ പഠിപ്പിക്കുന്നു എന്ന് പറയണം. അതായത് ഇപ്പൊ പറഞ്ഞത് കൂടാതെ ഓൾസോ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? അത് കൂടാതെ എന്തൊക്കെയുണ്ട് അത് നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്താ ഡിസിപ്ലിൻ പേഷ്യൻസ് ആൻഡ് റെസ്പെക്ട് ഫോർ അതേഴ്സ്. ഡിസിപ്ലിനും പേഷ്യൻസും മറ്റുള്ളവരോടുള്ള നമ്മുടെ ബഹുമാനവും എന്ത് ചെയ്യുന്നുണ്ട് നമ്മളത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? വിദ്യാഭ്യാസം നമ്മെ ശാസനയും ക്ഷമയും മറ്റുള്ളവരോടുള്ള ബഹുമാനവും പഠിപ്പിക്കുന്നു എന്ന് പറയാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഡിസിപ്ലിൻ എന്ന് പറയുന്നതിന് ശാസന എന്ന് പറഞ്ഞിട്ടുണ്ട്. ശാസന ഇപ്പൊ നമുക്ക് എന്ത് പറയാം? അച്ചടക്കം എന്ന് പറയാം അല്ലേ. നമുക്ക് അച്ചടക്കം എന്നും പറയാം. ഇങ്ങനെയും പറയാൻ വേണമെങ്കിൽ അതായത് വിദ്യാഭ്യാസം നമ്മെ എഡ്യൂക്കേഷൻ ഓൾസോ ടീച്ചേഴ്സ് അസ് ഡിസിപ്ലിൻ പേഷ്യൻസ് ആൻഡ് റെസ്പെക്ട് ഫോർ അതേഴ്സ് എന്നാണ് അല്ലേ. നമുക്ക് ഇങ്ങനെ പറയാം വിദ്യാഭ്യാസം നമ്മെ അച്ചടക്കം ക്ഷമ മറ്റുള്ളവരോടുള്ള ആദരം എന്നിവയും പഠിപ്പിക്കുന്നു. അങ്ങനെയും പറയാം. ഞാൻ പറഞ്ഞത് ഇത് മിസ്റ്റേക്ക് ആണെന്നല്ല ഞാൻ പറയുന്നതിൻ്റെ കാര്യം ഇത് മിസ്റ്റേക്ക് ആണെന്നല്ല. എന്താണ് ഇതും ശരിയാണ് ഇതും ശരിയാണ്. നമുക്ക് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ആ സമയത്ത് ഏതാണോ കൃത്യമായിട്ട് കിട്ടുന്നത് അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫ് ആണ് നമ്മൾ ചെയ്തത്. ഫസ്റ്റ് പാരഗ്രാഫ് ചെയ്തപ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്നാണ് വിചാരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇനി അത് എന്ത് ചെയ്യുക? രണ്ടാമത്തെ പാരയിലേക്ക് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇൻ ടുഡേയ്സ് വേൾഡ് എഡ്യൂക്കേഷൻ ഈസ് നോട്ട് ലിമിറ്റഡ് ടു ക്ലാസ് റൂംസ് ഓർ ബുക്സ്. വി ലേൺ മെനി തിങ്സ് ഫ്രം അവർ ഡെയിലി എക്സ്പീരിയൻസസ് ടെക്നോളജി ആൻഡ് ഇന്ററാക്ഷൻ വിത്ത് പീപ്പിൾ. ദ Internet has made information easily available to everyone. However, students should learn how to use technology wisely. Too much dependence on mobile phones can reduce concentration and waste valuable time എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നതും എന്ത് തന്നെയാണ്? ഒരു പോസിറ്റീവ് ആംഗിൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ അത് ശ്രദ്ധിക്കുക എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന്. ഒരു പോസിറ്റീവ് ആംഗിളിലാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ നമ്മൾ അതേ രീതിയിൽ തന്നെ എന്ത് ചെയ്യണം? നമ്മളത് കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാം? നമുക്ക് 1 by 1 ആയിട്ട് എടുത്ത് സെന്റൻസുകളെ സ്പ്ലിറ്റ് ചെയ്യാം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇൻ ടുഡേയ്സ് വേൾഡ് എഡ്യൂക്കേഷൻ ഈസ് നോട്ട് ലിമിറ്റഡ് ടു ക്ലാസ് റൂംസ് ഓർ ബുക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെങ്ങനെ പറയാം? ഇന്നത്തെ ലോകത്ത് ഇൻ ടുഡേയ്സ് വേൾഡ് അല്ലേ. ഇൻ ടുഡേയ്സ് വേൾഡ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ലോകത്ത് എഡ്യൂക്കേഷൻ ഈസ് നോട്ട് ലിമിറ്റഡ് ടു ക്ലാസ് റൂംസ് ഓർ ബുക്സ്. വിദ്യാഭ്യാസം ക്ലാസ് മുറികളിലേക്കോ പുസ്തകങ്ങളിലേക്കോ മാത്രം പരിമിതമല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ആക്യുറേറ്റ് ആണല്ലേ. അതായത് ഇന്നത്തെ ലോകത്ത് എന്തല്ല എന്താ പറയുന്നത്? ഇന്നത്തെ ലോകത്ത് വിദ്യാഭ്യാസം
എഡ്യൂക്കേഷൻ ഈസ് നോട്ട് ലിമിറ്റഡ് ടു എന്ന് പറയുമ്പോൾ ലിമിറ്റഡിനെയാണ് നമ്മളിവിടെ എന്ന് പറഞ്ഞിട്ടുള്ളത്, പരിമിതി എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈസ് നോട്ട് ലിമിറ്റഡ് ടു ക്ലാസ് റൂംസ് ഓർ ബുക്സ്, പുസ്തകങ്ങളിലേക്ക് മാത്രം പരിമിതമല്ല എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് അത് കംപ്ലീറ്റ് ആവാണ് സെന്റൻസ് ചെയ്യുന്നത്. അടുത്തതിലേക്ക് വരുമ്പോൾ വി ലേൺ മെനി തിങ്സ് ഫ്രം അവർ ഡെയിലി എക്സ്പീരിയൻസസ്, ടെക്നോളജി ആൻഡ് ഇന്ററാക്ഷൻ വിത്ത് പീപ്പിൾ. ഇവിടെ പറയാണ് നമ്മുടെ ദിവസേനയുള്ള അനുഭവങ്ങളിൽ നിന്നും സാങ്കേതിക വിദ്യയിൽ നിന്നും ആളുകളുമായുള്ള ഇടപെടലുകളിൽ നിന്നും നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നു എന്ന് പറഞ്ഞു. അതായത് ഇവിടെ നോക്കിയാൽ മതി, വി ലേൺ മെനി തിങ്സ് ഫ്രം അവർ ഡെയിലി എക്സ്പീരിയൻസസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ദിവസേനയുള്ള അനുഭവങ്ങളിൽ നിന്നും, പിന്നെ വരുന്നത് എന്താണ് ടെക്നോളജി, അപ്പോൾ സാങ്കേതിക വിദ്യ, അതിൽ നിന്നും ആളുകളുമായുള്ള ഇടപെടലുകൾ, അതാണെന്ത് ഇന്ററാക്ഷൻസ് വിത്ത് പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ളത്, നിന്നും നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തതിലേക്ക് വരുമ്പോൾ ദ ഇന്റർനെറ്റ് ഹാസ് മെയ്ഡ് ഇൻഫോർമേഷൻ ഈസിലി അവൈലബിൾ ടു എവരി വൺ. അപ്പോൾ അതും എളുപ്പമുള്ളൊരു സെന്റൻസ് ആണ് അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്, ഇന്റർനെറ്റ് എല്ലാവർക്കും എന്താണ് ഇൻഫോർമേഷൻ ഈസി ആയിട്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെങ്ങനെ പറയാം, ഇന്റർനെറ്റ് എല്ലാവർക്കും വിവരങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കിയിട്ടുണ്ട് എന്ന് പറയാം അല്ലേ. അപ്പോൾ ഇൻഫോർമേഷനുള്ള വിവരങ്ങൾ എന്ന് പറയാം, എളുപ്പത്തിൽ ഈസിലി അവൈലബിൾ ആക്കാന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് പറയാം. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഹൗവർ സ്റ്റുഡൻസ് ഷുഡ് ലേൺ ഹൗ ടു യൂസ് ടെക്നോളജി വൈസ്ലി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, ഇതൊരു കണക്ഷനാണ്. ഇവിടെ നോക്കുക, ഒരു കാര്യം പറഞ്ഞു, എന്നാൽ അതിന്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ട് അല്ലെങ്കിൽ അതൊരു കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. അത് ഇന്റർനെറ്റിൽ എല്ലാവർക്കും ഉണ്ട്, പക്ഷേ എന്ന് പറയുന്ന പോലെ എന്നാൽ എന്ന് പറഞ്ഞപ്പോൾ ഹവർ എന്ന് പറയുമ്പോഴാണ് ഈ കണക്ഷനാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഈ കണക്ഷൻ വിട്ട് നമ്മൾ പറയരുത്, കണക്ഷൻ ഇല്ലാതെ സെന്റൻസിന് ട്രാൻസ്ലേറ്റ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, എന്നാൽ വിദ്യാർത്ഥികൾ സാങ്കേതിക വിദ്യ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കണം. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ പറഞ്ഞ ഹൗവർ സ്റ്റുഡൻസ് ഷുഡ് ലേൺ ഹൗ ടു യൂസ് ടെക്നോളജി വൈസ്ലി. അതായത് ഇവിടെ പറയുന്നത് സ്റ്റുഡൻസ് ലേൺ ചെയ്യണം എന്ത്, ടെക്നോളജി ബുദ്ധിപരമായിട്ട് എങ്ങനെ ഉപയോഗിക്കണം എന്ന് അവര് പഠിക്കണം എന്നാ പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഈ സെന്റൻസ് അത്രയും ആക്യുറേറ്റ് അല്ല, ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എന്നാൽ വിദ്യാർത്ഥികൾ സാങ്കേതിക വിദ്യ ബുദ്ധിപൂർവമായി ഉപയോഗിക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവിടെ സെന്റൻസിൽ പറയുന്നത് എന്താ, ഹവർ സ്റ്റുഡൻസ് ഷുഡ് ലേൺ ഹൗ ടു യൂസ്, എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള സംഭവം വരുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇതിനെ നമുക്ക് കുറച്ചുകൂടി മാറ്റാം. അതായത് എന്നിരുന്നാലും വിദ്യാർത്ഥികൾ സാങ്കേതിക വിദ്യ ബുദ്ധിപൂർവം എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിക്കണം എന്ന് പറയാം അല്ലേ. അതായത് എന്നാൽ എന്ന് പറയാം, ഹൗവറിന് എന്നാൽ എന്ന് പറയാം, അല്ലെങ്കിൽ എന്നിരുന്നാലും എന്ന് പറയാം. അപ്പൊ എന്നിരുന്നാലും എന്ന് പറയാൻ കുറച്ചും കൂടി ആക്യുറേറ്റ് ആണ്. ഇവിടെ പറയുന്നത് വിദ്യാർത്ഥികൾ സാങ്കേതിക വിദ്യ ബുദ്ധിപൂർവം എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിക്കണം. അപ്പൊ അവിടെ എന്തായി, അത് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയി. ഇങ്ങനെ പറഞ്ഞാലും മിസ്റ്റേക്ക് ഇല്ല. നോക്കൂ, ഇത് പറഞ്ഞാലും എന്താണ് മീനിങ് ഏകദേശം എന്താണ്, ആ പാരഗ്രാഫിനോട് നീതി പുലർത്തുന്ന മീനിങ് അത് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ വിദ്യാർത്ഥികൾ സാങ്കേതിക വിദ്യ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കണം എന്ന് പറയുമ്പോൾ ആ പാരഗ്രാഫിനോട് നീതി പുലർത്തുന്ന ഒരു മീനിങ് ആണ്. പക്ഷെ ആക്യുറേറ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് നമ്മൾ പറഞ്ഞ പോലെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിക്കണം എന്നുള്ളത് കൊടുക്കാം. ഓക്കെ, അടുത്ത പറയുന്നത് ടു മച്ച് ഡിപ്പെൻഡൻസ് ഓൺ മൊബൈൽ ഫോൺസ് ക്യാൻ റെഡ്യൂസ് കോൺസെൻട്രേഷൻ ആൻഡ് വേസ്റ്റ് വാല്യുബിൾ മണി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മൊബൈലിലുള്ള കൂടുതലായിട്ടുള്ള നമ്മുടെ ഡിപ്പെൻഡൻസ് എന്ത് ചെയ്യും, നമ്മുടെ കോൺസെൻട്രേഷൻ കുറയ്ക്കുകയും അതുപോലെ തന്നെ നമ്മുടെ വാല്യുബിൾ ആയിട്ടുള്ള സമയം കളയുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, അപ്പോൾ മൊബൈൽ ഫോൺ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. മൊബൈൽ ഫോണുകളിലുള്ള അതിരുകടന്ന ആശ്രയം അല്ലേ. അപ്പൊ ഡിപ്പെൻഡൻസ് എന്നാണ് എന്ത് പറയാ, ആശ്രയം എന്ന് പറയുന്നത്. ഏകാഗ്രത കുറയ്ക്കുകയും, അതായത് കോൺസെൻട്രേഷൻ ആണ് ഏകാഗ്രത കുറയ്ക്കുകയും വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. വേസ്റ്റ് വാല്യുബിൾ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, നമുക്ക് ഈ ടൂ മച്ച് എന്ന് പറയുന്ന അതിര് കടന്ന എന്ന് മാറ്റിയിട്ട് നമുക്ക് എന്ത് പറയുവാണെങ്കിൽ അതിയായ എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്ക് ഇല്ല. അതായത് അതിയായ ആശ്രയം എന്ന് പറയാം. മൊബൈൽ ഫോണുകളിലേക്കുള്ള അതിയായ ആശ്രയം എന്താണ്, ഏകാഗ്രത കുറയ്ക്കാനും വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് പറയാം. അപ്പൊ അവിടെ എന്തില്ല, നമുക്ക് മിസ്റ്റേക്ക് ആണെന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഓരോ സെന്റൻസ് എടുക്കുക. അപ്പൊ ആ സെന്റൻസ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു മീനിങ്ങിൽ നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഏകദേശം എന്താണ്, അത് നമ്മുടെ പാരഗ്രാഫിൽ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അത് മീനിങ് ഫുൾ ആക്കാൻ നോക്കിയാലും മതി എന്നുള്ള ഉദ്ദേശിക്കുന്നത്. അടുത്ത് പറയാണ് എഡ്യൂക്കേഷൻ ഓൾസോ ഹെൽപ്സ് എ കൺട്രി ഗ്രോ ആൻഡ് ഡെവലപ്പ്
When citizens are educated, they can contribute positively to society. They understand their rights and duties and work for the welfare of the nation. An educated society promote peace, equality and progress. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതും ഏകദേശം തന്നെയാണ്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സെന്റൻസേ പറയുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ എന്തൊക്കെ ചെയ്യും, എഡ്യൂക്കേഷന്റെ മറ്റ് ഗുണഗണങ്ങൾ തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് സെന്റൻസ് എടുക്കാം. എഡ്യൂക്കേഷൻ ഓൾസോ ഹെൽപ്സ് എ കൺട്രി ഗ്രോ ആൻഡ് ഡെവലപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളേ. അതായത് വിദ്യാഭ്യാസം ഒരു രാജ്യത്തിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും സഹായകമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എപ്പോഴും വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് തന്നെ തുടങ്ങണമെന്നൊന്നുമില്ല. നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാം, ഒരു രാജ്യത്തിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും വിദ്യാഭ്യാസം സഹായിക്കുന്നു. ഇവിടെ നോക്കുക, ഇവിടെ സഹായകമാണ് എന്നാ പറഞ്ഞിട്ടുള്ളത് അല്ലെ. സഹായകമാണ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഓൾസോ ഹെൽപ്സ് എ കൺട്രി എന്ന് പറഞ്ഞില്ല. അപ്പൊ ഹെൽപ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു സിമ്പിൾ പ്രസന്റൻസ് ആണ്. അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ എങ്ങനെ പറയാം, വിദ്യാഭ്യാസം ഒരു രാജ്യത്തിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും സഹായിക്കുന്നു. അതായത് ഒരു രാജ്യത്തിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും വിദ്യാഭ്യാസം സഹായിക്കുന്നു എന്ന് പറയാം. ഇതെന്താണ്, ഇതൊരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ഈ പറയുന്ന ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് സഹായിക്കുന്നു എന്ന് പറഞ്ഞാലും സഹായകമാണ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞാലും രണ്ടും മീനിങ് ഫുൾ ആണ്. നമ്മൾ ഈ നമ്മുടെ ടെൻസുകളെ ശ്രദ്ധിക്കുന്ന സമയത്ത് പ്രസന്റ് പാസ്റ്റ് ആവാതെ, അല്ലെങ്കിൽ പാസ്റ്റ് ഫ്യൂച്ചർ ആവാതെ, ഫ്യൂച്ചർ പ്രസന്റ് ആവാതെ, അങ്ങനെയുള്ള ചേഞ്ചസ് വരാതെ പരമാവധി നോക്കുക. ആ പാരാഗ്രാഫിന് ആപ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ടെൻസുകൾ നമുക്ക് യൂസ് ചെയ്താലും ചെറിയ മിസ്റ്റേക്ക് അങ്ങോട്ട്, ഇപ്പോൾ പ്രസന്റ് ടെൻസിൽ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറഞ്ഞ കാര്യം പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് മാറി എന്നാലും അങ്ങനെയുള്ള ഒരേ ടെൻസ് തന്നെയാണെങ്കിൽ അങ്ങനെയുള്ള തെറ്റുകളൊക്കെ നമുക്ക് കുറച്ച് അങ്ങനെ ശ്രദ്ധിക്കാതെ പോവാം. പക്ഷെ പ്രസന്റിൽ പറയുന്ന കാര്യം പ്രസന്റ് അല്ലാതെ പാസ്റ്റിലേക്കൊക്കെ വരുമ്പോഴാണ് മേജർ ആയിട്ട് അവരത് നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പം അടുത്ത പറയുന്നത് വെൻ സിറ്റിസൻസ് ആർ എഡ്യൂക്കേറ്റഡ് ദേ ക്യാൻ കോൺട്രിബ്യൂട്ട് പോസിറ്റീവ്ലി ടു സൊസൈറ്റി. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, അവിടുത്തെ രാജ്യത്തിന്റെ പൗരന്മാര് എഡ്യൂക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതായത് എഡ്യൂക്കേറ്റഡ് ആയിട്ട് പൗരന്മാരാണ് രാജ്യത്തിനുള്ളതെങ്കിൽ അവർക്ക് എന്താണ്, സൊസൈറ്റിക്ക്, സമൂഹത്തിന് പോസിറ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും, സംഭാവന ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം, പൗരന്മാർ വിദ്യാഭ്യാസമുള്ളവരായാൽ അവർ സമൂഹത്തിന് അനുകൂലമായി സംഭാവന ചെയ്യാൻ കഴിയും. അപ്പൊ നമുക്കിവിടെ പോസിറ്റീവ്ലി എന്ന് പറയുന്ന ആ ഒരു വേർഡിന്റെ എക്സാക്റ്റ് ആയിട്ടുള്ള മലയാളം മീനിങ് അനുകൂലമായി എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് കിട്ടിയില്ല എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് അതിനോട് ഏകദേശം മീനിങ് ഫുൾ ആയിട്ട് വരുന്ന ഒരു വേർഡ് യൂസ് ചെയ്താലേ മതി. നമുക്കിതിന് എങ്ങനെ പറയാം, രാജ്യത്തിലെ പൗരന്മാർ വിദ്യാഭ്യാസമുള്ളവരായാൽ അവർക്ക് സമൂഹത്തിന് അനുകൂലമായി സംഭാവന ചെയ്യാൻ കഴിയും എന്ന് പറയാം. അങ്ങനെ പറഞ്ഞാലും മിസ്റ്റേക്ക് ഇല്ല. അതായത് ഇതേ ഓർഡർ തന്നെയല്ല ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ആ മീനിങ് ഫുൾ ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞാലും മതി. നമുക്ക് സ്റ്റാർട്ടിങ് പൗരന്മാർ വിദ്യാഭ്യാസമുള്ളവരായാൽ എന്ന് പറയുന്നതിന് പകരം രാജ്യത്തിലെ പൗരന്മാരെന്ന് പറഞ്ഞാലും മീനിങ് ഫുൾ തന്നെയാണ്. നമുക്കൊരു വേർഡ് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്താലും ഇവിടെ ഉദ്ദേശിക്കുക ഓൾറെഡി നമ്മളിവിടെ രാജ്യത്തിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. അത് എഡ്യൂക്കേഷൻ ഹെൽപ്സ് എ കൺട്രി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഗ്രോ ആൻഡ് ഡെവലപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ വരുമ്പോൾ വെൻ സിറ്റിസൻസ് ആർ എഡ്യൂക്കേറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ രാജ്യത്തിലെ സിറ്റിസൻസിനെ. അപ്പൊ നമ്മളിവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം, രാജ്യത്തിലെ പൗരന്മാർ വിദ്യാഭ്യാസം ഉള്ളവരായാൽ എന്ന് വേണമെങ്കിലും പറഞ്ഞു തുടങ്ങാം. പൗരന്മാർ വിദ്യാഭ്യാസമുള്ളവരായാൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, ഒരു മീനിങ് ഫുൾ അല്ലാത്ത രീതിയിൽ തോന്നിയാൽ രാജ്യത്തിലെ പൗരന്മാർ വിദ്യാഭ്യാസമുള്ളവരായാൽ എന്ന് പറഞ്ഞാലും മിസ്റ്റേക്ക് ഇല്ല എന്ന് ഞാൻ പറയുന്നത്. അപ്പൊ അവർക്ക് എന്താണ്, അനുകൂലമായി സംഭാവന ചെയ്യാൻ കഴിയും എന്ന് പറയാം. അല്ലെങ്കിൽ എന്താണ്, അവർക്ക് സമൂഹത്തിന് വലിയ സംഭാവനകൾ ചെയ്യാൻ കഴിയുമെന്നും പറയാം. വലിയ സംഭാവന ചെയ്യാൻ കഴിയുമെന്നും പറയാം, അല്ലെങ്കിൽ നല്ല സംഭാവനകൾ ചെയ്യാൻ കഴിയുമെന്ന് പറയാം. ഇപ്പൊ പോസിറ്റീവ് എന്ന് പറയുന്നതിന്റെ കൃത്യമായിട്ടൊരു വേർഡ് കിട്ടിയിട്ടില്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏത് വേർഡ് യൂസ് ചെയ്താലും എന്താണ്, നമുക്ക് അങ്ങനെ അധികം മാർക്കൊന്നും കുറയില്ല. നമുക്ക് ആ ഒരു സെന്റൻസിനെ അവർക്ക് മനസ്സിലാവണം. അതായത് ഈ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് എന്നുള്ളത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അടുത്തത് ദേ അണ്ടർസ്റ്റാൻഡ് ദെയർ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആൻഡ് വർക്ക് ഫോർ ദ വെൽഫെയർ ഓഫ് ദ നേഷൻ. അപ്പൊ ഉദ്ദേശിക്കുന്നത് തന്നെ അവരെന്ന് പറഞ്ഞിട്ട് ആരെയാണ്, പൗരന്മാര് അല്ലെ. അവര് അവരുടെ റൈറ്റ്സും ഡ്യൂട്ടീസും ഒക്കെ മനസ്സിലാക്കിയിട്ട് രാജ്യത്തിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, വർക്ക് ചെയ്യുമെന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് അവർ അവരുടെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും മനസ്സിലാക്കി. അതായത് ദി അണ്ടർസ്റ്റാൻഡ് ദെയർ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് മനസ്സിലാക്കി, ഫുള്ളായിട്ടില്ല. പിന്നെന്താ പറയുന്നത്, വർക്ക് ഫോർ ദ വെൽഫെയർ ഓഫ് ദ നേഷൻ, രാജ്യത്തിന്റെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് പ്രവർത്തിക്കുന്നു എന്ന് പറയാനായിട്ട് എന്താ കാര്യം,
അവിടെ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടി, അതായത് ദേ അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്. നമുക്ക് എങ്ങനെ പറയാം, അവർ അവരുടെ അവകാശങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം, അവർ തങ്ങളുടെ അവകാശങ്ങളും അങ്ങനെയും പറയാലോ. അവർ തങ്ങളുടെ അവകാശങ്ങളും ഉത്തരവാദിത്വം എന്ന് തന്നെ പറയണമെന്നല്ലോ. അതായത് ഡ്യൂട്ടീസിനെ ഒക്കെ ഉത്തരവാദിത്വം പറയാൻ കടമ എന്ന് പറയാം നമുക്ക് അല്ലെ. അവർ തങ്ങളുടെ അവകാശങ്ങളും കടമകളും മനസ്സിലാക്കി രാജ്യത്തിന്റെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്ക് ഇല്ല. അപ്പൊ ഞാൻ പറയുന്ന കാര്യം, നമ്മളൊരു വേർഡിന്റെ പിന്നാലെ പോകരുത്. നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്നൊരു വേർഡ് കിട്ടിയില്ല എന്ന് വിചാരിക്കുക. പെട്ടെന്നൊരു വേർഡിന്റെ എക്സാക്ട് മീനിങ് കിട്ടിയില്ലെങ്കിൽ അതിന്റെ ഏകദേശം അടുത്ത് വരുന്ന ഒരു വേർഡ് യൂസ് ചെയ്താലും മിസ്റ്റേക്ക് ഇല്ല. ഇപ്പൊ ഈ പോസിറ്റീവ്ലി എന്ന് പറയുന്ന സംഭവം നേരത്തെ കിട്ടിയില്ലെങ്കിൽ ഒന്നും കിട്ടിയില്ല, നമുക്കൊരു രക്ഷയില്ല. അതുമായിട്ടുള്ള എടുത്തു വരുന്ന മീനിങ് പോലും കിട്ടിയില്ലെങ്കിൽ അറ്റ കൈക്ക് നമുക്ക് പോസിറ്റീവായി എന്ന് എഴുതാം. അത് ഞാൻ പറഞ്ഞ അറ്റ കൈക്കാൻ പറഞ്ഞ പോസിറ്റീവായി എന്ന് എഴുതാം. നമുക്ക് തീരെ കിട്ടുന്നില്ല എന്ന് നമ്മൾ ഇപ്പോഴും പല ലേഖനങ്ങളിലും നമുക്ക് കാണാം. അതായത് ഇംഗ്ലീഷ് വേർഡ് എക്സാക്റ്റ് ആയിട്ട് മലയാളത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ തീരെ നിങ്ങൾക്ക് ആ ഒരു വേർഡ് കിട്ടുന്നില്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, നമുക്ക് പോസിറ്റീവ്ലി എന്ന് പറയുമ്പോൾ പോസിറ്റീവായി എന്ന് മലയാളത്തിൽ എഴുതിയാലും നമുക്ക് ആ സെന്റൻസ് ട്രാൻസ്ലേറ്റ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വലിയ മാർക്കൊന്നും കുറയാനായിട്ട് പോകുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഏറ്റവും സിനോണിം ആയിട്ടുള്ള വേർഡ് നമ്മളവിടെ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത് പറയുന്നത് ആൻ എഡ്യൂക്കേറ്റഡ് സൊസൈറ്റി പ്രൊമോട്ട് പീസ്, ഇക്വാലിറ്റി ആൻഡ് പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് എഡ്യൂക്കേറ്റഡ് സൊസൈറ്റി എന്ന് പറയുന്നത് വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹം. അപ്പോൾ അവരെന്താ പ്രൊമോട്ട് ചെയ്യുന്നത്, പ്രോത്സാഹിപ്പിക്കുന്നത്? അവർ പീസ്, അതായത് സമാധാനം, ഇക്വാലിറ്റി സമത്വം, പ്രോഗ്രസ് പുരോഗതി എന്നിവയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കത് അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി അല്ലേ. അതായത് വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹം സമാധാനം, സമത്വം, പുരോഗതി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. ഇതൊക്കെ ഏകദേശം എന്താണ്, സിമ്പിൾ പ്രസന്റൻസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ക്കുന്നു എന്ന് പറയുന്നത്, അതായത് വഹിക്കുന്നു, പ്രൊമോട്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് സിമ്പിൾ പ്രസന്റൻസ് ആയതുകൊണ്ടാണ്. പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ് പ്ലേ എ കീ റോൾ ഇൻ ഗൈഡിങ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ്, സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്യുന്നതിൽ പാരൻസും ടീച്ചേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, വിദ്യാർത്ഥികളെ നയിക്കുന്നതിൽ അല്ലേ, അതാണ് എന്ത് ഗൈഡിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. വിദ്യാർത്ഥികളെ നയിക്കുന്നതിൽ മാതാപിതാക്കളും അധ്യാപകരും, പാരൻസ് ആൻഡ് ടീച്ചേഴ്സ് എന്താണ്, പ്ലേ എ കീ റോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ്, പ്രധാന പങ്ക് വഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പ്രധാന പങ്ക് കീ റോൾ എന്നുള്ളത് പ്രധാന പങ്ക് വഹിക്കുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം, നിർണായക പങ്ക് വഹിക്കുന്നു എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ തന്നെ വരണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള വിദ്യാർത്ഥികളെ നയിക്കുന്നതിൽ മാതാപിതാക്കളും അധ്യാപകരും പ്രധാന പങ്ക് വഹിക്കുന്നു. അടുത്ത് പറയണത് ദേ ഷുഡ് എൻകറേജ് ക്യൂരിയോസിറ്റി ആൻഡ് ക്രിയേറ്റിവിറ്റി ഇൻസ്റ്റെഡ് ഓഫ് ഫോക്കസിങ് ഓൺ മാർക്സ്. ഇവിടെ എന്താണ്, അതായത് മാർക്കിൽ ഫോക്കസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അവരെന്ത് ചെയ്യണം, അതായത് ഇൻസ്റ്റെഡ് ഓഫ് പറഞ്ഞിട്ടില്ല, മാർക്കിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം അവരെന്ത് ചെയ്യണം, കുട്ടികളിൽ ക്യൂരിയോസിറ്റിയും ക്രിയേറ്റിവിറ്റിയും എന്ത് ചെയ്യണം, എൻകറേജ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, മാർക്കുകൾക്ക് മാത്രം പ്രാധാന്യം നൽകുന്നതിന് പകരം, ഇൻസ്റ്റെഡ് ഓഫ് എന്ന് പറയുന്നതാണ് എന്ത്, പകരം എന്ന് പറയുന്നത്, അവർ കൗതുകവും സൃഷ്ടിപരമായ ചിന്തനയും പ്രോത്സാഹിപ്പിക്കണം. ഈ സൃഷ്ടിപരമായ ചിന്ത നമുക്ക് കിട്ടില്ല, ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നതാണ്. അപ്പോൾ ആ സമയത്ത് ഈ സൃഷ്ടിപരമായിട്ടുള്ള ചിന്ത എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടണമെന്നില്ല. അപ്പം നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏകദേശം എടുത്തു പറയുന്ന ഏതെങ്കിലും യൂസ് ചെയ്യാം. മാർക്കുകൾ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം അല്ലേ, ഇപ്പൊ പ്രാധാന്യം നൽകുന്നതിന് പകരം എന്നതിന് പകരം നമുക്ക് എന്ത് പറയാം, മാർക്കുകൾക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം എന്ന് പറയാം അല്ലേ. അപ്പോൾ അവിടെ ക്യൂരിയോസിറ്റി എന്ന് പറയുമ്പോൾ കൗതുകമാണെന്നറിയാം. അവർ കൗതുകവും പിന്നെ ഈ സൃഷ്ടിപരമായ ചിന്ത കിട്ടിയില്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, പുതുമയുള്ള ചിന്ത എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. സൃഷ്ടിപരമായ ചിന്ത കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, പുതുമയുള്ള ചിന്തയും പ്രോത്സാഹിപ്പിക്കണം എന്ന് പറഞ്ഞാലും മതി. അപ്പൊ ഞാൻ പറയുന്നത് ഈ സൃഷ്ടിപരമായ ചിന്തയാണെങ്കിലും പുതുമയുള്ള ചിന്തയാണെങ്കിലും രണ്ടും യൂസ് ചെയ്യുന്നത് എന്തിനാണ്, അത് നമ്മുടെ ഈ ക്രിയേറ്റിവിറ്റിക്കാണ്. അപ്പോൾ ഏകദേശം സെയിം മീനിങ് വരുന്ന വേർഡ് യൂസ് ചെയ്താലും നമ്മുടെ സെന്റൻസ് എന്തായിരിക്കും, കറക്റ്റ് ആയിരിക്കും. ഓക്കെ, അടുത്ത് ട്രൂ എഡ്യൂക്കേഷൻ ബിൽഡ്സ് ക്യാരക്ടർ ആൻഡ് കോൺഫിഡൻസ്, നോട്ട് ഫിയർ ഓർ പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, ട്രൂ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ യഥാർത്ഥ വിദ്യാഭ്യാസം. അപ്പോൾ യഥാർത്ഥ വിദ്യാഭ്യാസം എന്താണ്, ഭയമോ സമ്മർദ്ദമോ അല്ല, മറിച്ച്
സ്വഭാവവും ആത്മവിശ്വാസവുമാണ് വളർത്തുന്നത്. അല്ലേ? അപ്പോൾ അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ട്രൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് യഥാർത്ഥ വിദ്യാഭ്യാസമാണ്. ബിൽഡ്സ് ക്യാരക്ടർ ആൻഡ് കോൺഫിഡൻസ്. അപ്പോൾ ഇതിനെ ഒന്ന് ജസ്റ്റ് ഇതിൽ ഓപ്പോസിറ്റ് ആയിട്ട് എഴുതിയിട്ടില്ല. മറിച്ച് സ്വഭാവവും ആത്മവിശ്വാസവുമാണ് വളർത്തുന്നത്. നോട്ട് ഫിയർ ഓർ പ്രഷർ. ഭയമോ സമ്മർദ്ദമോ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മുടെ അവസാനത്തേക്ക് വന്നിട്ടുണ്ട് അല്ലേ? ലാസ്റ്റ് നമ്മുടെ പാരഗ്രാഫ് എന്താ പറയുന്നത്? ഇൻ കൺക്ലൂഷൻ. അപ്പോൾ അതിൻ്റെ അവസാനിപ്പിക്കുകയാണ്. എഡ്യൂക്കേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് സക്സസ്ഫുൾ ആൻഡ് മീനിങ് ലൈഫ്. ഇറ്റ് എംപവേഴ്സ് ഇൻഡിവിജ്വൽസ് ആൻഡ് സ്ട്രെങ്തൻ സൊസൈറ്റി ആസ് എ ഹോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അവസാനിപ്പിക്കുകയാണ്. എന്താണ് എഡ്യൂക്കേഷൻ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു എൻഡിങ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുന്നത്? ഇൻ കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പോൾ അവിടെ സമാപനമായി എന്ന് പറയണം. കാരണം അതാണ് അതിൻ്റെ അവസാനിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട്. നമ്മുടെ ട്രാൻസ്ലേഷനിൽ നമ്മൾ നോക്കുമ്പോൾ ഇത് അവസാനിക്കാറായി എന്ന് മനസ്സിലാക്കാനായിട്ടുള്ളൊരു സൂചനയാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് സക്സസ്ഫുൾ ആൻഡ് മീനിങ് ഫുൾ ലൈഫ്. അപ്പോൾ ഒരു സക്സസ്ഫുള്ളും മീനിങ് ഫുള്ളായ ലൈഫിൻ്റെ അടിത്തറയാണ് എന്ത്? എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് പറയാം? വിദ്യാഭ്യാസം വിജയകരവും അർത്ഥവത്തുമായ അർത്ഥവത്തുമായ ജീവിതത്തിന്റെ അടിത്തറയാണ് എന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇതിനെങ്ങനെ തന്നെ പറയണമെന്നില്ല. ഒരു വിജയകരവും അർത്ഥവത്തുമായ ജീവിതത്തിന്റെ അടിത്തറയാണ് വിദ്യാഭ്യാസം എന്ന് പറയാം. സമാപനമായി ഒരു വിജയകരവും അർത്ഥവത്തുമായ ജീവിതത്തിന്റെ അടിത്തറയാണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? സെയിം ആണ്. അപ്പൊ നമുക്ക് വരുന്ന രീതിയിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിൽ വരുന്ന രീതിയിൽ ആ ഫ്ലോയിൽ പറഞ്ഞാലും കറക്റ്റാണ്. കാരണം നമ്മൾ ചിന്തിക്കുന്നത് തന്നെയാണ് എന്ത്? നമ്മുടെ മലയാളം. നമ്മുടെ മദർ ലാംഗ്വേജ് ആയ കാരണം, മദർ ടങ് ആയതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും അതിന്റെ ഓർഡർ വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ മനസ്സിൽ വിചാരിച്ചാൽ മതി. ഇറ്റ് എംപവേഴ്സ് ഇൻഡിവിജ്വൽസ് ആൻഡ് സ്ട്രെങ്തൻസ് സൊസൈറ്റി ആസ് എ ഹോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്താ പറയുന്നത്? അത് വ്യക്തികളെ എംപവർ ചെയ്യുക, ശക്തരാക്കുകയും പിന്നെന്താ സൊസൈറ്റിനെ എന്താ ചെയ്യുന്നത്? സമൂഹത്തെ മൊത്തമായി ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെയാണ് അത് അവസാനിക്കുന്നത്. അതായത് ഇറ്റ് എംപവേഴ്സ് ഇൻഡിവിജ്വൽസ് ആൻഡ് സ്ട്രെങ്തൻസ് സൊസൈറ്റി ആസ് എ ഹോൾ എന്ന്. അത് വ്യക്തികളെ എന്ത് ചെയ്യുന്നു? ശക്തരാക്കുന്നു, സമൂഹത്തെ മൊത്തമായി ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ മൊത്തമായി എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? സമഗ്രമായി എന്നും പറയാം. സമഗ്രമായി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടിയും ആക്യുറേറ്റ് ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ മൊത്തമായി എന്ന് പറഞ്ഞാലും സമഗ്രമായി എന്ന് പറഞ്ഞാലും എന്താണ്? നമുക്കവിടെ മാർക്കൊന്നും കുറയാനോ കൂടാനോ പോകുന്നില്ല. ഓക്കെ, സമഗ്രമായി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി മലയാളം ആക്യുറേറ്റ് ആയിട്ട് പറയാൻ അറിയുന്ന ആൾ, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അറിയുന്ന ആൾ എന്നുള്ളതാണ്. നമുക്കറിയാം ടോട്ടൽ 50 മാർക്കിലാണ്. 50 മാർക്കിൽ എന്താ വേണ്ടോ? നമുക്ക് 20 മാർക്കേ വേണ്ടോ? 50 മാർക്കിൽ 20 മാർക്ക് വേണ്ട. ഈ ക്വാളിഫയിങ് ഇൻ നേച്ചർ മാത്രമാണിത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിന് അത്രയ്ക്കും ഹൈപ്പൊന്നും കൊടുക്കേണ്ട കാര്യമില്ല സത്യം പറഞ്ഞാൽ. കഴിഞ്ഞ പ്രാവശ്യം ഈ എഴുതിയിട്ടുള്ള ട്രാൻസ്ലേഷൻ എക്സാം എഴുതിയിട്ടുള്ള എൻ്റെ അറിവിൽ ഒരു 99% ആൾക്കാരും പാസ്സായിട്ടുണ്ട്. അധികം ആൾക്കാരൊന്നും ട്രാൻസ്ലേഷനിൽ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടില്ല. ഇത് നമുക്കറിയാം ഒരു 10th ലെവൽ 10th സ്റ്റാൻഡേർഡ് ട്രാൻസ്ലേഷൻ അവർ ആഗ്രഹിക്കുന്നുള്ളൂ. അത്രേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് എന്താണ് അതിനും കൂടുതൽ എഴുതാൻ സാധിക്കും. അപ്പോൾ എല്ലാവരുടെയും മെയിൻ ആയിട്ടുള്ള വേറൊരു സംശയം എന്ന് പറയുന്നത്, നമുക്ക് ഈ ട്രാൻസ്ലേഷൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ എന്ത് ചെയ്യും? ഡിസ്ക്വാളിഫൈ ചെയ്യുമോ എന്നുള്ളതാണ്. നമ്മൾ ഒരു ട്രാൻസ്ലേഷൻ എഴുതി, അപ്പോൾ ഇംഗ്ലീഷ് ടു മലയാളം മൊത്തം എഴുതി 1 മണിക്കൂർ നിന്നിട്ട് മലയാളം ടു ഇംഗ്ലീഷ് ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ അത് ചിലപ്പോൾ ഡിസ്ക്വാളിഫിക്കേഷൻ ആവും. അത് ഇംഗ്ലീഷ് ടു മലയാളം മാത്രം എഴുതുകയല്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇംഗ്ലീഷ് ടു മലയാളം നിങ്ങൾ എഴുതിയിട്ടുണ്ട്, അരമണിക്കൂർ എടുത്ത് എഴുതി, അത് എവിടെയാണ് നിൽക്കുന്നത് അവിടെ നിർത്തിയിട്ട് എന്ത് ചെയ്യുക? നെക്സ്റ്റ് അരമണിക്കൂർ മലയാളം ടു ഇംഗ്ലീഷിലേക്ക് കടക്കുക. അപ്പോൾ നിങ്ങൾ എങ്ങനെ രണ്ടും അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അപ്പോൾ രണ്ടും അറ്റംപ്റ്റ് ചെയ്യുക. നിങ്ങൾ അത്യാവശ്യം അരമണിക്കൂർ കൊണ്ട് നിങ്ങൾ എഴുതുന്നതിന് ഉറപ്പായിട്ടും 10 മാർക്കിലും കൂടുതൽ ഒരു ട്രാൻസ്ലേഷന് കിട്ടും. അരമണിക്കൂറിൽ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ടല്ലേ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ടെൻസ് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ലെജിബിൾ ആയിരിക്കണം നിങ്ങളുടെ എഴുത്തെന്ന് പറയുന്നത്. അതായത് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു എഴുത്തായിരിക്കണം നിങ്ങളുടെ എഴുത്തെന്ന് പറയുന്നത്. സ്പെല്ലിംഗ് മിസ്റ്റേക്സ് അത്യാവശ്യം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. ടെൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, കൃത്യമായിട്ട് തന്നെ ടെൻസ് ഉണ്ടാവണം. അതുപോലെ ആ സെൻറ്റൻസ്, ആ പാരഗ്രാഫ് ഏകദേശം മൊത്തം വായിക്കാൻ പറ്റുന്ന വായിക്കുക, അല്ലെങ്കിൽ പാരഗ്രാഫ് വൈസ് വായിച്ചതിന് ശേഷം നിങ്ങൾ എന്താണ് ആ സെൻറ്റൻസ് പറയുന്നത് എന്നും കൂടി മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക? ട്രാൻസ്ലേറ്റ് ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടി എന്തുണ്ടായിരിക്കും? ആക്യുറസി ഉണ്ടായിരിക്കും. ഒരു പെർട്ടിക്കുലർ വേർഡിന്റെ പിന്നാലെ പോകരുത്. നമുക്ക് വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ വേണ്ട. നിങ്ങൾക്ക് ആ വേർഡ് കിട്ടിയില്ലെങ്കിൽ പോലും ആ വേർഡ് നിങ്ങൾ എഴുതിയില്ലെങ്കിൽ പോലും
ആ സെന്റൻസ് ഉദ്ദേശിക്കുന്ന മീനിങ് നിങ്ങൾ എഴുതിയാലും നിങ്ങൾക്ക് എന്ത് കിട്ടും? മാർക്ക് കിട്ടും. ഇപ്പോൾ ഒരാൾ ചോദിച്ചൊരു ഡൗട്ട് എന്ന് പറയുന്നത് ഇടയിൽ ലൈൻസ് വിട്ട് കംപ്ലീറ്റ് ആക്കിയ കുഴപ്പമുണ്ടോന്ന്. അങ്ങനെ ഇടയിൽ ലൈൻസ് വിട്ട് കംപ്ലീറ്റ് ആക്കിയാൽ കുഴപ്പമുണ്ട്. നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത് അത് കറക്റ്റ് ഓർഡറിൽ തന്നെ എഴുതുക. കാരണം ഇടയിലത്തെ നിങ്ങൾ വേണ്ടാന്ന് വെച്ച് സ്കിപ്പ് ചെയ്യുന്ന ആ ഒരു ലൈനായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ചെയ്യുമ്പോൾ മൊത്തമായിട്ട് ചെയ്യാൻ. നിങ്ങൾക്ക് ഒരു 5 പാരഗ്രാഫ് ഉണ്ട്. 3 പാരഗ്രാഫ് അരമണിക്കൂറിൽ കഴിഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ നിർത്തിയിട്ട് എന്ത് ചെയ്യുക? അടുത്തതിലേക്ക് കടക്കുക. പിന്നെ തിരിച്ച് വന്നിട്ട് സമയം ഉണ്ടായിരിക്കും എന്തായാലും. അപ്പോൾ നിങ്ങൾ ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേര് മുമ്പ് തൊട്ടേ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രാക്ടീസ് ഉണ്ട്. മോർ ദാൻ 1 മന്ത് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ. അപ്പോൾ ഇപ്പോൾ തന്നെ 25 ട്രാൻസ്ലേഷൻ്റെ മോക്ക് ടെസ്റ്റുകൾ ചെയ്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ എന്തായാലും ഈ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരുപാട് പേര് പേഴ്സണലി എനിക്കറിയാം. അപ്പോൾ നിങ്ങൾക്കത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് എഴുതി കഴിഞ്ഞിട്ടില്ലെങ്കിൽ അരമണിക്കൂർ നിർത്തിയിട്ട് അടുത്തതിലേക്ക് പോകണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും സമയം ഉണ്ടായിരിക്കും. ഇനിയുള്ള ദിവസം ഇനിയൊരു അധികം ദിവസമില്ല, 2 3 ദിവസം നമുക്കുള്ളൂ. ആ ദിവസങ്ങളിൽ കൃത്യമായിട്ട് ട്രാൻസ്ലേഷൻ ചെയ്ത് പഠിക്കുക. ഓക്കെ. എത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുക. എന്തായാലും നിങ്ങൾ ക്വാളിഫൈ ചെയ്യും എന്ന് കരുതി പ്രാക്ടീസ് ചെയ്യാതെ ഇരിക്കരുത്. ഓക്കെ. അപ്പോൾ അടുത്ത ദിവസം നെക്സ്റ്റ് ഡേ നമുക്ക് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ആക്കുന്ന ട്രാൻസ്ലേഷൻ പ്രോഗ്രാം നമുക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളൊരു ചെറിയ പ്രോഗ്രാമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് IB നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് അറിയാം ഇത് എത്രത്തോളം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളത്. കാരണം നമ്മൾ തുടങ്ങിയ ആ ഡേറ്റ് തൊട്ട് ഇന്ന് വരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രോഗ്രാം റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വിസിബിലിറ്റി തരിക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. താങ്ക് യു.